വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം. 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഏത് പിശാചുണ്ടോ, ഏത് രോഗാത്മാവുണ്ടോ, ഏത് അസമാധാനമുണ്ടോ, അതിനെ സ്വർഗത്തിലെ ദൈവം നശിപ്പിക്കും. സൂത്രം. ആ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇന്ന് പകലിൽ ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും തോൽക്കുവാൻ ദൈവം വിടത്തില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ എവിടെയാണ് തോറ്റുപോകുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് തന്നെ അത് മനസ്സിലാകും. നമ്മളിലുള്ള അവിശ്വാസം കാരണമാണ്. നാം ദൈവത്തിൽ നിന്ന് നോട്ടം മാറ്റി ലോകത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്. ലോക മനുഷ്യൻ പറയുന്നത് കേട്ട് പോകാതെ ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം യാത്ര ചെയ്താൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് നിനക്ക് തന്നെ കാണുവാൻ കഴിയും. വിശുദ്ധ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, നിങ്ങളുടെ ഇടയിൽ മത്സരമുണ്ട്, നിങ്ങളുടെ ഇടയിൽ വാഗ്വാദങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വലിപ്പച്ചെറുപ്പം കാണുന്നു, നിങ്ങളുടെ ഇടയിൽ സഭയുടെ സ്പർദ്ധ വളരുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചവരായി ലോകത്തിൽ യാത്ര ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭയെ നോക്കിയപ്പോൾ കണ്ട ഒരു കുറവാണ്. ആ സഭയിലെ ഓരോ കല്ലുകളായി നാം മാറ്റപ്പെടുമ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി വേണം നാം മാറ്റപ്പെടുവാൻ. അങ്ങനെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നാം മാറ്റപ്പെട്ടാൽ നമ്മുടെ ഇടയിൽ എന്തുണ്ടായിരിക്കുന്നറിയാമോ? മത്സരമുണ്ടായിരിക്കത്തില്ല. ഇനി ആ മത്സരം പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. വായിക്കാം. 1-ാം അധ്യായം, കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. സ്വത്രം. നോക്ക്, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആളുകൾ പറഞ്ഞ് എനിക്ക് അറിവ് കിട്ടി. സ്വത്രം. അപ്പോൾ നോക്ക്, നമ്മളുടെ അകത്ത് പിണക്കമുണ്ടെന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും മറ്റുള്ളവർ അറിയുന്നു. അത് വെച്ച് പിശാച് നമ്മെ മുതലെടുക്കും. അവരുടെ ഇവിടെയും വലിപ്പച്ചെറുപ്പം നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വത്രം. നീ അവൻ്റെ തല തകർക്കുമെന്ന് പിശാചിന് നന്നായിട്ടറിയാം. സ്വത്രം. നിന്നിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ തന്ത്രങ്ങളൊന്നും നിന്നിലോ നിൻ്റെ കുഞ്ഞുങ്ങളിലോ നിൻ്റെ കൂട്ടാളിയിലോ നിൻ്റെ കുടുംബത്തിലോ നടക്കത്തില്ലെന്ന് വ്യക്തമായി പിശാചിനറിയാം. അതുകൊണ്ട് ഏതു വിധത്തിലും നിന്നെ ദൈവകൃപയിൽ നിന്ന് തള്ളിയിടുവാൻ പിശാച് ശ്രമിക്കും. ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതെ പോകരുത്. അവൻ്റെ തന്ത്രം നീ പ്രതീക്ഷിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറത്താ. നിൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും നിനക്ക് ശത്രുക്കളാക്കി മാറ്റാൻ അവൻ പദ്ധതി ഒരുക്കും. അതിന് വേറെങ്ങും കടമെടുക്കാനൊന്നും പോകണ്ട.
ഇന്നലെ അങ്ങനെ പറഞ്ഞു, മെനഞ്ഞാന്ന് ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച അത് ചെയ്തു, ഇത് നീ അറിഞ്ഞില്ല പക്ഷെ ഞാൻ അറിഞ്ഞു എന്ന് പിശാച് പറയും. സ്വത്രം. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മുടെ മീതെ കൊണ്ടിടുമ്പം നമ്മൾ പോലും നമ്മുടെ കൂടപ്പിറപ്പിനോട് വൈരാഗ്യ ബുദ്ധിയിൽ പെരുമാറാനായി തീരും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം, അതിനോട് എതിർത്ത് നിൽക്കണം. സ്വത്രം. ഇനി അവൻ ആദ്യം കൊണ്ടുവരുന്നത്, വിശ്വാസികളിൽ കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? വായിച്ചതോട്ട് സ്വത്രം. നോക്ക്, ആദ്യം പിശാച് കൊണ്ടുവരുന്ന ഗ്രൂപ്പിസമാണ്. സ്വത്രം. സഭയ്ക്കകത്ത് പിശാച് ആദ്യം കൊണ്ട് സഭ കലക്കുന്നത് ഗ്രൂപ്പിസം കൊണ്ടുവന്നിട്ടാ. സ്വത്രം. വിശ്വാസികളുടെ ഇടയിൽ കലക്കം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലല്ല, വിശ്വാസികളുടെ പേരിലാണ്. സ്വത്രം. അത് ആത്മാവിൽ കണ്ട പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, നിങ്ങളുടെ ഇടയിൽ കലഹമുണ്ട്, മത്സരമുണ്ട്. അത് ദൈവത്തിൻ്റെ നാമത്തിലല്ല, ദൈവത്തിൻ്റെ പേരിലുമല്ല, നിങ്ങളുടെ പേരിൽ തന്നെയാണ് പ്രശ്നം. സ്വത്രം. ഒരുത്തൻ പൗലോസിൻ്റെ പക്ഷം പിടിക്കുന്നു, ഒരുത്തൻ അപ്പൊല്ലോസിൻ്റെ പക്ഷം പിടിക്കുന്നു, ഞാൻ കേഭാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. നോക്കിങ്ങനെ പക്ഷം പിടിച്ച് സ്വത്രം സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കി വിശ്വാസികളെ തങ്ങളിൽ തല്ലിച്ച് അകറ്റിക്കൊണ്ടു പോകുന്ന പിശാചിൻ്റെ പദ്ധതി. സ്വത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാൽ പിശാചിൻ്റെ തല തകരുമെന്ന് അവന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് നിന്നിലുള്ള വിശ്വാസവും നിന്നിലുള്ള കൂട്ടായ്മയും ഐക്യവും നഷ്ടപ്പെടുത്തേണ്ടതിന് പല കാരണങ്ങൾ, പല പേരുകൾ പറഞ്ഞ് നിൻ്റെ അടുക്കലേക്ക് വരും. അപ്പോൾ നിന്നിലുള്ള വിശ്വാസം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സ്തോത്രം, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അപ്പൊല്ലോസ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? യാഗമായി തീർന്നത് ക്രിസ്തു അല്ലയോ? അതുകൊണ്ട് നിങ്ങൾ പൗലോസിനെ നോക്കാതെ, അപ്പൊല്ലോസിനെ നോക്കാതെ, കേഭാവിനെ നോക്കാതെ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിൻ്റെ വചനമെന്ത് പറയുന്നുവോ അതനുസരിച്ച് യേശുവിനെ പിൻപറ്റാൻ നീ തയ്യാറായാൽ ഒരനർത്ഥവും വന്ന് ഒരു പ്രതികൂലവും വന്ന് നിന്നെ പിടിച്ചിട്ട് നീ സമൂഹത്തിന് മുമ്പിൽ, കുട്ടുവിശ്വാസികളുടെ മുമ്പിൽ, സഭയ്ക്കകത്ത് ഒരു പരസ്യക്കോലമാകുവാൻ സ്വർഗം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നിലെ കുറവുകളെ അറിയുന്നവൻ, നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്നവൻ, നിൻ്റെ ഇല്ലായ്മകൾ കാണുന്നവൻ ഇന്ന് പകൽക്കാലം പറയാ, കുഞ്ഞെ, സഭ മത്സരിക്കുവാനുള്ളതല്ല, സഭ പരസ്പരം പിണങ്ങുവാനുള്ളതല്ല, സഭയ്ക്കകത്ത് കമ്മിറ്റി കൂടാനുള്ള സ്ഥലമല്ല, സഭയ്ക്കകത്ത് പലരെയും ചോദ്യം ചെയ്യുന്ന മനോഭാവത്തോടെ വന്നിരിക്കാനുള്ള സ്ഥലമല്ല, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനുള്ള ഇടമാ. ഇതിനകത്ത് കമ്മിറ്റിയും, ഇതിനകത്ത് ഇലക്ഷനും, ഇതിനകത്ത് മത്സര മനോഭാവവും ഞാനെന്ന ഭാവം ഉണ്ടായാൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും, ദൈവാത്മാവിൻ്റെ മഹത്വം വെളിപ്പെടാതെ സഭ ഇരുട്ടായി മാറും. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങളുടെ മത്സരവും നിങ്ങളുടെ പിണക്കവും മാറ്റിവെച്ചിട്ട് ക്രിസ്തുവാകുന്ന പാറമേലേക്ക് നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കണം. സ്വത്രം. അങ്ങനെ ആര് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിന്നിട്ടുണ്ടോ അവരെല്ലാം ഭൂമിയിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നല്ല പകലിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, പിശാച് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിക്കൊണ്ട് വരുന്നത് ലോകത്തിലുള്ളവരെ കയ്യിലെടുത്തിട്ടല്ല, നിൻ്റെ കൂടപ്പറപ്പിനെ, നിൻ്റെ കൂട്ടുവിശ്വാസിയെ, നിൻ്റെ പാസ്റ്ററെ, നിൻ്റെ സഭയിലെ സെക്രട്ടറിയെ, ഇങ്ങനെ പലരെയും കരങ്ങളെടുത്തിട്ടാണ് നിൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ പദ്ധതിയിടുന്നത്. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് പ്രകാരം നീ യാത്ര
ചെയ്യാൻ തയ്യാറായാൽ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വന്നു ഭവിക്കുമ്പോൾ, നിന്നെ പഴിച്ചവരും നിന്നെ ദുഷിച്ചവരും നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അത് പിശാച് കണ്ടിട്ട് കണ്ടം വഴി ഓടുന്നത് നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയും. എവിടെയൊക്കെയാണെന്നറിയാമോ? നമ്മളും തോറ്റുപോകുന്നത് ചെറിയ ഒരു കുറവ് സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കാൻ തുടങ്ങും. ചെറിയൊരു രോഗത്തിൻ്റെ ലാഞ്ചന ദേശത്താർക്കെങ്കിലും വന്നാൽ മതി, അപ്പോഴേ ഹൃദയത്തിനകത്ത് ഭയം കടന്നു വരും. സ്തോത്രം. ആരെങ്കിലും വീണുപോയവരെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പോകും. എന്നാൽ കർത്താവ് പറഞ്ഞ് വീഴുന്നവരെ അല്ല നോക്കേണ്ടത്, ദൈവസനം നിൽക്കുന്നവരെ നോക്കണം, ദൈവത്തോടു കൂടെ വസിക്കുന്നവരെ നോക്കണം, ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരെ നോക്കണം. വീണ് കിടക്കുന്നവൻ അവൻ കുറ്റമേ പറയത്തുള്ളൂ, അവൻ ഒരിക്കലും നല്ലത് പറയത്തില്ല, അവൻ ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. കാരണം അവൻ വീണ് കിടക്കുക. എന്നാൽ നിൽക്കുന്ന നീ വീഴാതെ ഇരിപ്പാൻ നോക്കിക്കൊള്ളും. ഏത് വിധത്തിലും നിന്നെ തള്ളിയിടാൻ ശത്രു വാദിച്ച് എഴുന്നേറ്റ് വരും. ഒന്ന്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വരും, അവരുടെ ഭാവിയെ ചോദ്യം ചെയ്തുകൊണ്ട് വരും, നിൻ്റെ കൂട്ടാളിയുടെ പ്രവൃത്തി മേഖല കണ്ടിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് വരും, നിൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവൻ നിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് വരും. കുഞ്ഞെ, ഇതൊക്കെ കൊണ്ടുവരുന്ന സ്തോത്രം നിനക്കെതിരെ മാത്രമാ. ലോകത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനെതിരെയും പിശാചൊന്നും കൊണ്ടുവരത്തില്ല. കാരണം അവൻ്റെ കയ്യിലാണ് ലോകക്കാർ മുഴുവനും. പക്ഷെ നീയോ ദൈവത്തിൻ്റെ കരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ പിശാച് കൊണ്ടുവരുന്ന ഈ തന്ത്രങ്ങളെ നീ തിരിച്ചറിഞ്ഞിട്ട് അതിന് ചെവി കൊടുക്കാതെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതിന് ചെവി കൊടുത്ത് അത് പ്രകാരം ദൈവത്തിനെ നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്വത്രം. നിൻ്റെ കൂട്ടാളി ഒരു പക്ഷേ പ്രാർത്ഥനയിൽ വലിയ മെച്ചമായിരിക്കത്തില്ല. നിൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ അല്പം പുറകോട്ടായിരിക്കും. പക്ഷെ നീയോ അത് കണ്ടിട്ട് പുറകോട്ട് നോക്കാതെ മുമ്പോട്ട് നോക്കണം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. എന്നിട്ട് നീ പറഞ്ഞു തുടങ്ങണം, കർത്താവേ, എൻ്റെ കൂട്ടാളിയെ തന്നത് നീയാ, എൻ്റെ കുഞ്ഞുങ്ങളെ തന്നത് നീയാ, കുടുംബം തന്നത് നീയാ. അങ്ങനെ ഉയർത്തുവാനും നിനക്ക് കഴിയും. സ്വത്രം. ഈ നല്ല പകലിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് കുറയ്ക്കാനല്ല കേട്ടോ, എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് താഴ്ത്താനല്ല കേട്ടോ, എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് ഉയർത്താനാ. അങ്ങനെയാണെങ്കിൽ നീ പറയണം, ഞാൻ താഴ്ച പ്രാപിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം എനിക്ക് തരും. സ്വത്രം. കുഞ്ഞെ, വിശ്വാസത്തോടെ നീ പറ. നിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ നോക്കിയിട്ടല്ല പറയേണ്ടത്, ദൈവത്തെ നോക്കി പറ. ദൈവത്തിൻ്റെ വചനം നിന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ അനാഥനായി വിടത്തില്ലെന്നാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ അനാഥനായി വിടത്തില്ലെന്ന് എൻ്റെ യേശു എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് എൻ്റെ യേശുവിനെ വിട്ടേച്ച് ഞാൻ പോകത്തില്ല. സ്വത്രം. നോക്ക്, വചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവ പൈതലേ, ഒരു ശത്രു സൈന്യം നിനക്കെതിരെ പാളയമിറങ്ങിയാലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നു, ഒരു ഗേഹസി രാവിലെ എഴുന്നേറ്റ് വന്ന് കണ്ണു തുറന്ന് പുറത്തോട്ട് നോക്കുമ്പം കാണുന്നത് ശത്രു സൈന്യം തങ്ങളെ പിടിക്കേണ്ടതിന് തങ്ങളുടെ ഭവന ചുറ്റും വാടകോരി മലകൾ നിറഞ്ഞു നിൽക്കുന്നു. ഭയന്നു വിറച്ച് ഗേഹസി ഓടി വന്ന് ഏലീശയോട് പറയുക, അല്ലയോ യജമാനനെ, നാം പിടിക്കപ്പെടാൻ പോകുന്നു, ശത്രു നമ്മെ അടിമകളാക്കി കൊണ്ടുപോകാൻ പോകുന്നു, ഇനി നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയത്തില്ല, നമ്മുടെ അവസാന നിമിഷങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട ഏലീശ ഭയപ്പെട്ടില്ല. ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും എവിടെങ്കിലും വീണെന്ന് കേൾക്കുമ്പോൾ, ആരെങ്കിലും എവിടെങ്കിലും തോറ്റെന്ന് കേൾക്കുമ്പോൾ, ആരെങ്കിലും എവിടെങ്കിലും പരാജയത്തിൽ കിടക്കുന്നെന്ന് കേൾക്കുമ്പോൾ നിൻ്റെ വിശ്വാസം പോകല്ലേ. നീ വിശ്വസിച്ച ദൈവം നിന്നെ ഉയർത്താൻ ശക്തിയുള്ളവനാ. സ്വത്രം. നോക്ക്, ഏലീശയ്ക്ക് ഭയം വന്നില്ല. കാരണം ഏലീശയ്ക്ക് ഉറപ്പുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം ഈ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കും.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് നിങ്ങളോടും പറയാൻ അതേ ഉള്ളൂ. നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളുടെ മുഖം നോക്കത്തില്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ നിങ്ങൾക്ക് കൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ദൈവത്തോട് ആദ്യം പറയണം, അതിനുശേഷമേ മറ്റുള്ളവരെ അറിയിക്കാവുള്ളൂ. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു നോക്ക്. ആ മറ്റുള്ളവരുടെ മുമ്പിൽ ആ ആഗ്രഹം നിവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ ദൈവം നിങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കും. സ്തോത്രം. ഗേഹസി ഭയന്ന് നിൽക്കുമ്പോൾ ഏലീശ പറഞ്ഞത് ഒന്ന് കേൾക്കണേ, കർത്താവേ ഇവൻ്റെ കണ്ണൊന്നു തുറക്കണേ. സ്തോത്രം. ആരുടെ കണ്ണ്? ഗേഹസിയുടെ കണ്ണ്. ആരുടെ കൂടിയാ ഗേഹസി നിന്നത്? ദൈവത്തിൻ്റെ ദാസനായ ഏലീശയോടുകൂടെ. വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവൻ്റെ കണ്ണ് മങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം. എപ്പോഴാ? നയമാൻ്റെ കാശ് കണ്ടപ്പോഴാ. സ്തോത്രം. അല്ലല്ലേ പറയെങ്കിൽ പറ. സ്തോത്രം. അതുവരെ അവൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ലായിരുന്നു. നയമാൻ്റെ കയ്യിലെ കാശ് കണ്ടപ്പോൾ, നയമാൻ്റെ കയ്യിലെ ധനം കണ്ടപ്പോൾ ഗേഹസിയുടെ കണ്ണ് മങ്ങി. അപ്പോഴവരെ അവൻ്റെ നോട്ടം ദൈവത്തിങ്കിലേക്കും പ്രവാചകനിലേക്കുമായിരുന്നു. പക്ഷേ എപ്പോൾ നയമാൻ ഭണ്ഡാരക്കെട്ട് കൊണ്ടുവന്നോ അപ്പോൾ അവൻ്റെ കണ്ണ് ഭണ്ഡാരത്തിലായി. ഇതുപോലെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കി നിൽക്കുന്ന നമ്മൾ ലോകം പറയുന്നത് കേട്ടിട്ട് ലോകത്തിലേക്ക് നോക്കിയാൽ തീർച്ചയായും നമ്മുടെയും കണ്ണ് മങ്ങും. അപ്പോൾ എന്ത് കാണാൻ പറ്റുന്നില്ല അറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയാതെ നീ പറയുന്നൊരു വാക്കാണ് അവരെ അനുഗ്രഹിച്ചു, ഇവരെ അനുഗ്രഹിച്ചു, അവിടെ ദൈവം ചെയ്തു, ഇവിടെ ദൈവം ചെയ്തു, എനിക്ക് വേണ്ടി മാത്രം ദൈവം ഒന്നും ചെയ്തില്ല. കുഞ്ഞ, നീ നിന്നത് ദൈവത്തിൻ്റെ കൃപയാ. നിന്നെ നിർത്തിയത് ദൈവമാ. ഇനി എന്തിനാ നിന്നെ നിർത്തിയത്? എന്തിനാ നീ നിന്നത്? നീ ചോദിച്ചില്ലേ എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന്? നീ കരഞ്ഞില്ലേ എൻ്റെ കൂടെ ആരുമില്ലെന്ന്? നീ പറഞ്ഞില്ലേ ഞാനിനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന്? അതിന് മറുപടി തരാനാ സ്വർഗം നിന്നെ നിർത്തിയത്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഗേഹസിയെ നോക്കി സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്ന് ഏലീശ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ കണ്ണൊന്ന് തുറക്കണം. സ്വത്രം. അവൻ്റെ കണ്ണ് തുറന്നവൻ കണ്ടത് ശത്രുവിനെ അല്ല. സ്വത്രം. ഇതുപോലെ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ കാണേണ്ടത് നഷ്ടമല്ല, സകലതും തന്നു നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണണം. സകലതും തന്നു നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണണം. കൊണ്ടുവന്ന വഴിയിൽ പലരും വീണത് നീ കണ്ടതാ. നിന്റെ പിൻപിൽ പലരും നിലവിളിക്കുന്നത് നീ കേട്ടതാ. എന്നാൽ നീയോ നിന്നത് ദൈവത്തിൻ്റെ കൃപയാല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ശത്രുവിനെ കണ്ടവൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ സേനയാണ്. സ്വത്രം. ദൈവത്തിൻ്റെ സേനയാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സേന നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് പറയും, ജീവിക്കുന്ന ദൈവം എന്നെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, സ്വത്രം. അവൻ ആർക്കും കടക്കാരനല്ല. സ്വത്രം. നീ ദൈവത്തെ സ്നേഹിച്ചാൽ, നീ ദൈവത്തെ സേവിച്ചാൽ, നീ ദൈവത്തെ ആരാധിച്ചാൽ, നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നിനക്കുന്നതിന് ഉപരിയായി നീ ഉയർച്ച പ്രാപിക്കും. സ്തോത്രം. ഇത് കാണുമ്പോൾ പിശാച് നിന്നെ ഏത് വിധത്തിലും തകർക്കുവാൻ പദ്ധതി ഒരുക്കി അവൻ നിൻ്റെ പിന്നാലെ കടന്നു വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, നിങ്ങളെ നാണിപ്പിപ്പാനല്ല പ്രിയമക്കളോടെന്ന പോലെ ബുദ്ധി കൊണ്ട് ഞാൻ എഴുതുന്നത്. സ്വത്രം. സ്വത്രം. ഞാൻ ബുദ്ധി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ലേഖനം എഴുതുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, നിങ്ങളുടെ ലജ്ജ മാറ്റി, നിങ്ങളുടെ നിന്ന മാറ്റി നിങ്ങൾ മാനിക്കപ്പെട്ടവരെ തീരേണ്ടതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. സ്വത്രം. നീ എവിടെ തോറ്റുകിടക്കുന്നോ അവിടെ നിന്ന് നിനക്ക് ഉയർച്ച വേണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. സ്വത്രം. നിങ്ങൾ പക്ഷം തിരിയാതെ, ഗ്രൂപ്പ് പിടിക്കാതെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് യാത്ര ചെയ്താൽ നീ താഴ്ചയല്ല
അങ്ങനെയല്ല, നീ ഉയർച്ച പ്രാപിക്കും. സ്വത്രം. നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന്? നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എൻ്റെ കൂട്ടാളി രോഗത്തിനൊരു ശമനം എപ്പോഴുണ്ടാകുമെന്ന്? നീ പലപ്പോഴും നിൻ്റെ കലവറിലെ ശൂന്യത കണ്ടിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, ഇതിനൊരു മാറ്റമുണ്ടാകത്തില്ലേ എന്ന് നീ പലപ്പോഴും കരഞ്ഞിട്ടില്ലേ? അപ്പോഴൊക്കെ ആരും നിനക്കൊരാശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ വരാതെ ഇരുന്നപ്പോൾ നീ പോലും അറിയാത്ത നിൻ്റെ മുമ്പിൽ പുതിയ വാതിലുകൾ ഓപ്പണായി വന്നിട്ട് നിൻ്റെ കലവറ നിറപ്പാൻ സ്വർഗം പദ്ധതി ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 9-10 വാക്യം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദുർനടപ്പുകാരോട് സംസർഗമരുത്. സ്വത്രം. ആരാണ് ദുർനടപ്പുകാരൻ? സ്വത്രം. ആരോടുകൂടെ ദൈവപൈതലേ നീ സഹകരിക്കരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതെന്നറിയാമോ? വായിച്ച മക്കളെ. ആ ആ ആ യെസ്. ആ എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ, സ്വത്രം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിട്ട് പിന്മാറിപ്പോയവൻ, സ്വത്രം, അവൻ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ, സ്വത്രം, സഭയെയും സഭയിലെ ദൈവദാസനെയും ദൈവമക്കളെയും കുറ്റം പറഞ്ഞ് അകന്നു പോയവൻ, അവൻ്റെ പേരാണ് പിന്മാറ്റക്കാരൻ. സ്വത്രം. അവൻ പറയുന്നത് നീ കേൾക്കരുത്. സ്വത്രം. അവൻ എന്തേ പറയത്തുള്ളൂ എന്നറിയാമോ? കുറ്റമേ പറയത്തുള്ളൂ. സ്വത്രം. ആ പാസ്റ്റർ ശരിയല്ല, അവിടുത്തെ വിശ്വാസികൾ ശരിയല്ല, ആ സഭ തന്നെ ശരിയല്ല. സ്വത്രം. ഞങ്ങളത് കണ്ടോ, ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിൻ്റെ ഉയരം കണ്ടോ, ഞങ്ങളുടെ സഭയ്ക്കകത്തിട്ടേക്കുന്ന മാർബിളിൻ്റെ കളറ് കണ്ടോ, സ്വത്രം, അവിടെ വരുന്ന വണ്ടി കണ്ടോ, സ്വത്രം, അവിടെ വരുന്ന ആൾക്കാരുടെ കൊടവണ്ടി കണ്ടോ, അവിടുത്തെ പാസ്റ്ററുടെ കളറ് കണ്ടോ, സ്വത്രം. നിങ്ങളുടെ പാസ് എന്തോ പാസ്റ്ററാ, എപ്പോൾ നോക്കിയാലും മരത്തിൻ്റെ മണ്ട ഇരിക്കുന്ന കാണാം. സ്വത്രം. എപ്പോൾ നോക്കിയാലും പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന കാണാം. സ്വത്രം. എപ്പോൾ നോക്കിയാലും വായി കീറി പാടിക്കോട് നടക്കുന്നതാണ്. ഞങ്ങളുടെ പാസ്റ്റർ വാ തുറക്കണമെങ്കിൽ ദൈവം പറയണം. സ്വത്രം. ഞങ്ങളുടെ പാസ്റ്ററേ ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം പറയണം. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. സ്വത്രം. ദൈവത്തിന് അതല്ലേ ജോലി, പാസ്റ്ററോട് പറയാനാ. സ്വത്രം. ദൈവത്തിന് വേറെ എന്തെല്ലാം ജോലിയുണ്ട്. സ്വത്രം. പക്ഷെ നീ പറയുക, കാരണം നീ പിന്മാറിയിട്ട് കാലം കുറയായി, നീ നോക്കിയത് മൊത്തം ലോകത്തെയാ. അതുകൊണ്ടാണ് നീ പാസ്റ്ററെ കാണുന്നത്, അതുകൊണ്ടാണ് നീ വിശ്വാസിയെ കാണുന്നത്, അതുകൊണ്ടാണ് നീ പള്ളി കാണുന്നത്. സ്വത്രം. നീ പിന്മാറാതെ ദൈവത്തിൻ്റെ സന്നിധി നിന്ന നീ പള്ളിയല്ല കാണുന്നത്, പാസ്റ്ററെ അല്ല കാണുന്നത്, വിശ്വാസിയല്ല കാണുന്നത്, ദൈവത്തെ കാണും. ആ ദൈവത്തെ കണ്ട നീ എന്ത് പറയുന്നറിയാമോ? ഈ ദൈവത്തെ പോലെ നല്ല ദൈവം വേറെ ഇല്ലെന്ന് പറയും. ഈ ദൈവത്തെ പിൻപറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ നന്മയെല്ലാം പ്രാപിച്ചെന്ന് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, പിന്മാറ്റക്കാരൻ്റെ വാക്ക് കേട്ടിട്ട് നീ അവന് ചെവി കൊടുത്താൽ സ്വത്രം നീയും നശിക്കും അവനോടൊപ്പം. എന്നാൽ പൗലോസ് പറയുന്നു, ദാവീദ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു. സ്വത്രം. ഞാൻ നല്ല പോർ പൊരുതു. എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ മഹത്വം കാണാനാ. അതുകൊണ്ട് ലോകം പറയുന്നതിൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ല. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് പ്രകാരം ഞാൻ യാത്ര ചെയ്യും. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. സ്വത്രം. അയ്യോ, ഇത് സഭയാണോ? അവിടുത്തെ പാസ്റ്റർ ഭൂതത്തെ ഇളക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വത്രം. അവിടുത്തെ പാസ്റ്റർ ഭൂതത്തെ ഇളക്കുന്ന നിങ്ങൾ കണ്ട പിന്നെ നിങ്ങളും അവിടെ പോകത്തുള്ളൂ. സ്വത്രം. നിങ്ങളും അവിടെ പോകത്തുള്ളൂ. എങ്ങനാ ഭൂതത്തെ ഇളക്കുന്നത്? സ്വത്രം. എങ്ങനാ പറ? യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാചെന്ന് നീ കൃപയിൽ പറഞ്ഞാൽ ആ പിയായി പോവും. കൃപയില്ലാത്ത നീ ഭൂതത്തെ ഇളക്കുന്ന കാണുമ്പോഴാ നിനക്കിട്ടം എന്ന് പറഞ്ഞാൽ ചൂരൽ വടിയെടുത്ത് സ്വത്രം നെടുവരി എത്തിച്ച് അടിക്കുക. സ്വത്രം. മുടി കുത്തിപ്പിടിച്ച് കറക്കി തറ അടിക്കുക. സ്വത്രം. എന്നിട്ട് ഒരു ഷോയുണ്ട്, ഒരു പ്രകടനമുണ്ട്, ഒരു പ്രഹസനമുണ്ട്. സ്വത്രം. നീ എവിടുന്നാ വന്നേ? നിൻ്റെ കൂടെ എത്ര പേരുണ്ട്?
നീ ഏത് കുടുംബത്തിലാണ്, നിൻ്റെ ജാതകം ഏതാ, നിൻ്റെ അപ്പൻ ആരാ, നിൻ്റെ അമ്മ ആരാ? ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പൊട്ട വിശ്വാസി, ഓ ഇത്രയും കൃപയുള്ളൊരു പാസ്റ്ററെ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. ഓ നിന്നെ വ്യാപരിക്കുന്ന പിയായ അത് തിരിച്ചറിയണം. എൻ്റെ യേശു അപ്പച്ചൻ എങ്ങും ചെന്നിട്ട് നീ എവിടുന്നാ വന്നേ, നിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്, നിൻ്റെ കൂടെ എത്ര പേര് വന്നിട്ടുണ്ട്, നിനക്കിപ്പോൾ പോകാമോ അതോ കുറച്ച് കഴിഞ്ഞ് പോവത്തുള്ളോ? ഇങ്ങനെ കുറേ കള്ളന്മാരുടെ പരിപാടി കണ്ടിട്ട് ഇളവുന്ന ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. സ്വത്രം. എന്നാൽ എൻ്റെ യേശു പറഞ്ഞത് ആത്മാവുള്ളിടത്ത് വ്യായിരിക്കത്തില്ലെന്ന്. സ്വത്രം. അഭിഷേകം ഇറങ്ങുന്നിടത്ത് പിശാചിരിക്കത്തില്ലെന്ന്. ആരാധന വെളിപ്പെടുന്നിടത്ത് പിശാചിരിക്കത്തില്ലെന്ന്. സ്വത്രം. ഓക്കെ. ആയിരക്കണക്കിന് എത്ര ലഗ്യോനാണ് ഉണ്ടായിരുന്നത്? 6000 ഭൂതം ബാധിച്ചിരുന്നവൻ. സ്വത്രം. കല്ലറയ്ക്ക് കിടക്കുമ്പോൾ യേശു അവിടേക്ക് ചെന്നു. സ്വത്രം. യേശു ചെന്നിട്ട് നമ്മുടെ ഭൂതഗ്രസ്തന്മാർ പറയുന്നത് പോലെ, ഭൂതത്തെ ഇറക്കുന്ന പാസ്റ്റർമാർ പറയുന്ന പോലെ ചോദിച്ചോ, അയ്യോടെ മോനെ എത്ര പേരുണ്ട് കൂടെ, നീ എത്ര നാളായി ഇവിടെ കിടക്കുന്നു, നിന്നെ ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്നതാണോ, നീ തനിച്ചു വന്നതാണോ, നീ ഈ കല്ലറയുടെ ഇടയ്ക്ക് കിടക്കാതെ നീ ആട്ടുകാരുടെ കടന്നൂടായിരുന്നോ? സ്വത്രം. പണ്ട് കൊളക്കരയിൽ പക്ഷപാത രോഗി കടന്ന പോലെ അവിടെ കാണും കടന്നാൽ പോരായിരുന്നു, എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് ഈ കടലും താണ്ടി ഇവിടെ വരെ കൊണ്ടുവരണമായിരുന്നു. നമ്മൾ തങ്ങളൊരു കോംപ്രമൈസിൽ പോകാം. സ്വത്രം. ഓരോരുത്തർ ഭൂതത്തെ ഇറക്കാൻ ചെന്നപ്പോൾ ഭൂതം പറഞ്ഞു വാ, കയറി വാ. എന്നിട്ട് ഭൂതം പറഞ്ഞൊരു കാര്യം, നമ്മൾ തങ്ങൾ ഈ കമ്പനി അല്ലയോ, പിന്നെ എന്നത്തിനാ? സ്വത്രം. അപ്പം ഈ ഇറക്കാൻ ചെന്ന പുള്ളിക്കാരൻ പറഞ്ഞ് ഇപ്പോൾ ഒന്ന് മാറി നില്ല്. സ്വത്രം. നീ പറഞ്ഞാൽ ഞാൻ മാറത്തില്ല. സ്വത്രം. അയാൾ പറഞ്ഞാൽ ഞാൻ മാറാം. അദ്ദേഹത്തിന് കലിപ്പായി, ദേഷ്യമായി, ഞാൻ നിന്നെ ഇറക്കാൻ വന്നപ്പോൾ നീ അയാൾ പറഞ്ഞാൽ ഇറക്കത്തുള്ളോ, എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കുന്ന ഒത്തിരി ഭൂതഗ്രസ്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ കൈയടിച്ച് ഗുഡെന്ന് പറയും. യേശു കർത്താവ് വേഷം കെട്ടാനും വേഷം കാണിക്കാനുമല്ല ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയ്ക്ക് ശവക്കോട്ടയ്ക്കകത്ത് വന്നത്. ആരുടെ മുമ്പ് ഞാൻ ഭൂതത്തെ ഇറക്കുന്ന ആളാണെന്ന് കാണിക്കാനല്ല വന്നത്. യേശു ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് ഞാൻ ഭൂതത്തെ ഇറക്കുന്ന സ്ഥലമായി ഇങ്ങോട്ട് വന്ന് ഇറക്കാമെന്ന് പറഞ്ഞ് ബോർഡ് കാണിച്ച് വന്നതല്ല. യേശു വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര നേരമാകുന്നതിന് മുമ്പ് നീ തെണ്ണിപ്പിക്കാൻ വന്നതെന്ത്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എന്നെ ഇറക്കി വിടുന്നെങ്കിൽ വേറെ എങ്ങോട്ടും വിടല, പന്നിയുടെ മേലോട്ട് ഇറക്കി വിടണം. ഇപ്പോൾ കുറേ പന്നികളുണ്ട്. സ്വത്രം. കാശിന് വേണ്ടി സ്വത്രം ഒരു ദിവസം വിട്ടങ്ങ് കളിപ്പിക്കും. എന്നിട്ട് അവസാനം സ്വത്രം ഇത് ശരിയാവത്തില്ല കേട്ടോ, നാളെയും കൂടെ വെക്കണം പ്രാർത്ഥന. കണ്ടിട്ടില്ലേ? നാളെയും കൂടെ വേണം, 3 ദിവസം വേണം, 7 ദിവസം വേണം. ആ ദിവസങ്ങൾ ഇത്രയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് എത്രയും പൈസ ഊറ്റാമോ അത്രയും ഊറ്റും. അവസാനം പൊടിയും തട്ടി പോകും, അല്ലാതെ ഭൂതവും പോകത്തില്ല, പിയായും പോകത്തില്ല. ചിലതൊക്കെ പോയിട്ട് പിന്നെയും കയറി വരും. കാരണം ഇവനോട് കൂടെ നിൽക്കുമ്പോൾ ഒന്ന് ഇറങ്ങി കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവൻ്റെ പോക്കറ്റിൽ കാശ് വരത്തുള്ളൂ. ഇവനെ എങ്ങനെയെങ്കിലും മറിക്കണമെങ്കിൽ ഇവനെ ഇവരുടെ മുമ്പിൽ നാണം കെടുത്താതെ വിടണമല്ലോ. പിയായി ഇവരുടെ ഒത്തു കളിക്കുന്ന കളിയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, അങ്ങനെ നിൻ്റെ കൂടെ ഒത്തു കളിക്കാൻ പിശാച് നിൽക്കത്തില്ല. കാരണം നിൻ്റെ മേലൊരു ആത്മാവുണ്ട്. അത് സർവശക്തനായ ദൈവം പകർന്ന ആത്മാവാ, അത് ജീവൻ്റെ ആത്മാവാ. അത് നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു പിയായിനും നിന്നെ അകപ്പെടുത്താൻ കഴിയത്തില്ല. അത് നീ തിരിച്ചറിയണം. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിൻ്റെ മുമ്പിൽ ഫലിക്കാത്തത് കൊണ്ടാണ് ബാഹ്യമായി നിന്നുകൊണ്ട് അവൻ പലരെയും ചട്ടം കെട്ടി നിന്നെ തകർക്കാൻ പദ്ധതിയിടുന്നത്. ഈ നല്ല പകൽ വ്യക്തമായി പറയട്ടെ, ഒരു പിശാചിൻ്റെ തന്ത്രങ്ങളും നിൻ്റെ മേൽ ഫലിച്ചിട്ട് നീ തകർന്നു പോകുന്നത് കണ്ട് കൈയടിച്ച് ചിരിക്കാൻ നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ യേശു കർത്താവ്. നിന്റെ തകർച്ചകളെ മാറ്റി, നിന്റെ ശൂന്യതകളെ മാറ്റി, നിന്റെ ഇല്ലായ്മകളെ മാറ്റി നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞവൻ നിന്നെ ഉയർത്തി മാനിക്കാനാ നിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ആ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നീ കാണാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന അളവിൽ മുന്നേറാൻ കഴിയാത്ത. സ്വത്രം. ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ, അത് നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം സ്വത്രം നീ തോറ്റുപോകത്തില്ല. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് സഹോദരനെന്ന് പേർപ്പെട്ടവൻ സ്വത്രം
ദൈവത്തിനും ദൈവവചനത്തിനും വിപരീതമായി ആരോടുകൂടെ ഇടപെട്ടാലും അവനും ഇവൻ്റെ കൂടെ ചേരും. അവൻ ദൈവത്തോടു കൂടെ ചേരത്തില്ല. അവനാ പറയുന്നു, നമ്മുടെ പള്ളി കണ്ടോ? സ്വത്രം. നോക്ക്, യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരും ചെന്നിട്ട് ഇത് തന്നല്ലേ പറഞ്ഞത്? സ്വത്രം. നമ്മുടെ സ്വത്രം ദാവീദ് പിതാവ് സ്വത്രം തൻ്റെ പുത്രനായ ശലോമോനിലൂടെ പണിതെടുത്ത ഈ വലിയ പള്ളി കണ്ടോ യേശുവേ? ഇത്ര അഭിമാനം നമുക്ക് വേറെന്തുണ്ട് പറയാൻ? സ്വത്രം. അവൻ പള്ളിയെ കൊണ്ട് നടക്കുക, പാസ്റ്ററേയും കൊണ്ട് നടക്കുക, വിശ്വാസിയെ കൊണ്ട് നടക്കുക. എടാ കുഞ്ഞെ, പാസ്റ്ററേയും കൊണ്ടും വിശ്വാസിയെയും പള്ളിയെ കൊണ്ട് നടക്കാതെ ദൈവത്തോട് കൂടെ നടക്കുക. സ്വത്രം. ദൈവത്തോടു കൂടെ നടന്ന് ദൈവം പറയുന്നത് കേട്ട് അത് പ്രകാരം നീ നിന്നാൽ പള്ളിയും പട്ടക്കാരും വീട്ടുകാരും കൂടെ നിൻ്റെ കൂടെ വരും. ഇല്ലെങ്കിൽ നീ തനിച്ചാകുമ്പോൾ നീ കൂത്തിയിരുന്ന് കരയത്തേ ഉള്ളൂ. സ്വത്രം. കർത്താവ് പറഞ്ഞ അവരൊറ്റ വാക്ക് പറഞ്ഞാൽ നിർത്തുക. സ്വത്രം. പള്ളിയെ നോക്കുന്ന സഹോദര, പാസ്റ്ററെ നോക്കുന്ന സഹോദരി, സ്വത്രം, മകുടത്തെ നോക്കുന്ന സഹോദര, അതിൻ്റെ മേളിൽ നാട്ടിയിരിക്കുന്ന, അന്ന് കുരിശില്ലാത്തതുകൊണ്ട് ഭാഗ്യമായി. സ്വത്രം. അല്ലെങ്കിൽ കുരിശിനെ കൂടെ നോക്കിയാൽ. സ്വത്രം. സഹോദര, സ്വത്രം, നീ അതുമായിട്ട് ജീവിക്കത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം നീ കാണത്തില്ല. സ്വത്രം. ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ സ്വത്രം എന്താ യേശു പറഞ്ഞത്? നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ജനിച്ചാൽ മാത്രം മതിയോ? പോരാ, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. പോരാ, കർത്താവിൻ്റെ രക്തത്തിനും മാംസത്തിനും ഓഹരിക്കാനുമായി കർത്തൃമേശ അനുഭവിക്കണം. എന്നിട്ട് വിശുദ്ധിയോടെ ദൈവസനം നിൽക്കണം. അങ്ങനെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വത്രം. ഈ ഒന്ന് പറഞ്ഞോട്ടെ, വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ള വസ്ത്രം, വെള്ള ഉടുപ്പ്, കറുത്ത പാൻറ്റ്, ക്ലീൻ ഷേവ്, നല്ല ഷൂ, ഇതാണോ? ഇത് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ്. അതല്ല വിശുദ്ധി കേട്ടോ. എൻ്റെ ഹൃദയത്തിനകം അത് നിഷ്കളങ്കതയും നിർമ്മലതയും നേരുമുള്ളതാവണം. എന്ത്? നിഷ്കളങ്കതയും നിർമ്മലതയും നേരുമുള്ളതായി മാറണം. എന്ന് പറഞ്ഞാൽ ഒരാളിനോടൊരു കാര്യം പറഞ്ഞാൽ ഒക്കുമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ പറയരുത്. സ്വത്രം. എന്ത് ചെയ്താലും ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തില്ലെന്ന് പറയണം. സ്വത്രം. എന്തു കൊടുത്താലും തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കരുത്. എന്തു വാങ്ങിയാലും നന്ദിയുള്ളവനായിരിക്കണം. അതാ വിശ്വസ്തത, അതാ നേര്, അതാ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ മാർഗം. അത് പ്രാപിച്ചെടുത്തിട്ട് വിശുദ്ധിയിലും വേർപാടിലും തിരുമേശ കഴിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്ത് നീ നിന്നാൽ സ്വത്രം, നീ മാത്രമല്ല, നിൻ്റെ സന്തതി മാത്രമല്ല, നിൻ്റെ കുടുംബം മാത്രമല്ല, നീ മൂലം ദേശം കൂടി അനുഗ്രഹിക്കപ്പെടും. അതിനാ കർത്താവ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് ഗ്രൂപ്പിസം മാറ്റി, പക്ഷപാതം മാറ്റി, മുഖം നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി സകലതും സർവവും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിക്കൊണ്ട് അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞാനും അവനോടുകൂടെ എടുക്കപ്പെടുന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ,